സംസ്ഥാന സ്കൂൾ കായികമേളയിലെ കരുത്തരുടെ ഇനമാണ് തായ്ക്കോണ്ടോ. മത്സരത്തിലെ പ്രധാന ആകർഷണീയത കളി നിയന്ത്രിക്കുന്ന റഫറിമാരാണ്. മത്സര നിയന്ത്രണത്തിലെ വേഗതയും ഭാഷയും മറ്റ് മത്സരങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ തോന്നുകയില്ല തായ്ക്കൊണ്ടോ മത്സരവേദിയിലെത്തിയാൽ. താരങ്ങളുടെ വേഗതയും പവർഫുൾ കിക്കും അതിനിട വരുത്തുകയില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, വെളുത്ത ഷർട്ടിൽ റിങ്ങിൽ നിൽക്കുന്ന റഫറികളെ. ബഹളങ്ങൾക്കിടയിൽ ഒന്ന് ചെവിയോർത്തപ്പോൾ പറയുന്ന വാക്കുകളും പിടികിട്ടുന്നില്ല. അങ്ങ് കൊറിയയിൽ ആരംഭിച്ച തായ്ക്കൊണ്ടയ്ക്ക് കൊറിയൻ ഭാഷയിൽ തന്നെയാകില്ലേ നിയമങ്ങളും നിബന്ധനകളും? ഫൈറ്റിങ്ങിനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചോങ് ഹോങ് എന്ന് പറഞ്ഞാൽ ബ്ലൂവിനെയാണ് ചോങ് എന്ന് പറയുന്നത്. ഹോങ് എന്ന് പറഞ്ഞാൽ റെഡ് ചെസ് കാർഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് ചെസ് കാർഡിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. കൊറിയൻ ലാംഗ്വേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലുണ്ട് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് രണ്ട് പേരെയും രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ വിളിച്ച് സെൻട്രലിൽ നിർത്തും. ആ നിർത്തുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചോങ് ഹോങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചോങ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലൂ വരും, ഹോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ചെയ്യും. ഖലീസോ, വാങ്ചുക് എന്നീ വാക്കുകളൊക്കെയാണ് തായ്ക്കൊണ്ടോ വേദിയിലെത്തി നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സംഭവം കൊറിയനാണ്, നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി അറിയാം, അവർ ആ നിയമങ്ങളെല്ലാം തന്നെ പാലിക്കുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് VS-നൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.